ശബരിമല ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ചെമ്പെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം പൊളിയുന്നു. 1999 പാളി സ്വർണം പൂശിയെന്ന ദേവസ്വം രജിസ്റ്ററും മഹസറും. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞത് 1999 മെയ് 4-ന്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വീണ്ടും സ്വർണം പൂശാനെന്നും മഹസർ. വിശദവിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, അല്പം മുമ്പാണ് ദേവസ്വം പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് ആണെങ്കിലും ദേവസ്വം മന്ത്രിയാണെങ്കിലും തങ്ങളുടെ കാര്യങ്ങളെല്ലാം സുതാര്യമാണെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നത് നമ്മൾ ഇന്ന് കണ്ടു. എന്നാൽ അതൊന്നും ചെവി കൊടുക്കാത്തൊരു പ്രതിപക്ഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതെല്ലാം കള്ളമാണെന്ന് തെളിയുമ്പോഴും ഒന്നും ചെവി കൊടുക്കാതിരിക്കുന്ന ഒരു വലതുപക്ഷ മാധ്യമ സംഘത്തെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിച്ചത്. ഇന്ന് അദ്ദേഹം പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുമായുള്ള കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും സിന്ധൂരി, ഇതുമായി ബന്ധപ്പെട്ട് അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഒക്കെ തന്നെ പൊള്ളയായ വാദങ്ങളാണ് എന്നുള്ള കാര്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് നമ്മൾ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1999 സ്വർണം പൂശിയെന്ന് സ്വർണം പൂശിയത് 99 തന്നെയാണ് എന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററും മഹസറും തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിയുന്നത് 1999 മെയ് 4-നാണ് ഈ സ്വർണം പൊതിഞ്ഞത്. അത് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വീണ്ടും അത് സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട്. ഈ കണ്ടെത്തലെല്ലാം ഉള്ളത് ഹൈക്കോടതിയുടേതാണ് എന്നുള്ളതാണ്. ഇത് സ്ഥിരീകരിച്ചത് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലിൽ അവർ നൽകിയ രേഖകളാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് രാവിലെ കൂടി പ്രതികരണം നൽകുമ്പോൾ പറഞ്ഞത് തനിക്ക് ലഭിച്ചത് ചെമ്പാണ് എന്നുള്ളതാണ്. പക്ഷേ ആ വാദം പൊള്ളയായ വാദമാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളും ഏറ്റവും പ്രസക്തം തന്നെയാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പീഠം കാണുവാനില്ല എന്ന് പറയുന്ന ഒരു വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് ആഗോള അയ്യപ്പ സംഗമത്തിന് ലഭിച്ച ഒരു സ്വീകാര്യത അത് ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു അത് എന്നുള്ളതാണ് ഇതിലൂടെ തെളിയുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു. ഈ ദേവസ്വം ബോർഡിൻ്റെ കാലയളവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും സുതാര്യമായ രീതിയിൽ തന്നെയാണ്. ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം നവീകരണത്തിന് വേണ്ടി നൽകി എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇതിൻ്റെ വാറണ്ടി ഉള്ളത്. 40 വർഷത്തേക്കുള്ള വാറണ്ടി ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും സ്വർണം കൊണ്ടുപോകുമ്പോൾ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ കൃത്യമായ രീതിയിൽ മഹസർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതായത് ഈ സ്വർണ്ണപ്പാളിയിൽ പ്രധാനമായും ഉള്ളത് 14 പാളികളാണുള്ളത്. ഇതിൽ ആകെ 38 കിലോയാണ് ഈ സ്വർണ്ണപ്പാളി ഉള്ളത്. ഈ 38 കിലോയിൽ 397 ഗ്രാം സ്വർണ്ണമാണുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക്. അത് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഈ സ്വർണ്ണപ്പാളി നവീകരണത്തിന് വേണ്ടി നൽകുമ്പോൾ 12 പാളികൾ മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. 2 അത്തരത്തിലുള്ള കേടുപാടുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നൽകിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ 12 പാളികളിലായി ഉണ്ടായിരുന്നത് 281 ഗ്രാം സ്വർണ്ണമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നൈയിൽ എത്തിക്കുന്നത് കൃത്യമായ രീതിയിൽ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് അവിടെ എത്തിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കയ്യിൽ കൊടുത്തു വിടുകയല്ല ദേവസ്വം ബോർഡ് ചെയ്തത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഇതിൽ കോടതിയുടെ അനുമതി അടക്കം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഇതിൽ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കുന്നതിൽ ചെറിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കോടതിയെ കൃത്യമായി രീതിയിൽ തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതിയുടെ അനുമതിയോടുകൂടി ഒക്ടോബർ 11-ന് ഈ സ്വർണ്ണപ്പാളി ശബരിമലയിൽ വീണ്ടും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി അത് കോടതി തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്ന നടപടികൾ അതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സുതാര്യമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ടാണ് കോടതി പോലും അതിന് അനുമതി നൽകിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ഏതായാലും അന്വേഷണം നടക്കട്ടെ. അതിപ്പോൾ ഏത് കാലത്തിലുള്ളതായാലും 1998 മുതലുള്ള തൻ്റെ കാലയളവ് വരെ ഈ 2025 വരെയും ഉള്ള കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ. അത് തന്നെയാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഞങ്ങൾ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ചിലർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നുള്ള കാര്യം ഞങ്ങളുടെ നടപടികളിലൂടെ വ്യക്തമാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പ്രതികരണത്തിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സിന്ധൂരി.